ഇലക്ട്രോ കളരിയുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ഓട്ടോമാറ്റിക് സാനിറ്റൈസർ മെഷീനാണ്. പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണുകൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള ടെക്നിക്കൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഓട്ടോമാറ്റിക് സാനിറ്റൈസർ മെഷീൻ ഉണ്ടാക്കുന്നതിൻ്റെ ധാരാളം വീഡിയോകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അവിടേക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോകളിലെല്ലാം ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇതുപോലൊരു സബ്മേഴ്സിബിൾ മോട്ടറും അല്ലെങ്കിൽ സബ്മേഴ്സിബിൾ പമ്പും സാധാരണ ഒരു ഇൻഫ്രാറെഡ് സെൻസറുമാണ്. ഈ ഒരു സബ്മേഴ്സിബിൾ പമ്പിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സാനിറ്റൈസറിൽ ഏകദേശം 75% കൂടുതൽ ആൽക്കഹോൾ കണ്ടൻ്റാണ്. അത്തരം ആൽക്കഹോൾ കണ്ടൻ്റുള്ള ഒരു ലിക്വിഡിൽ ഈ ഒരു മോട്ടർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പമ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് അതിൻ്റെ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിൻ്റെ പ്രവർത്തനം കാരണം ഉരുകി പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഈ ഒരു സെൻസറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സൺലൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് ആ സാനിറ്റൈസർ മെഷീൻ ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം സൂര്യപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന ഇൻഫ്രാറെഡ് രശ്മികൾ കാരണം നമ്മൾ കൈവെക്കാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സാനിറ്റൈസർ പുറത്തേക്ക് വരുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള 2 കമ്പോണൻ്റ് ഉപയോഗിച്ചാണ് നമ്മളൊരു സാനിറ്റൈസർ മെഷീൻ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരിക്കലും 2 ദിവസത്തിൽ കൂടുതൽ നമുക്ക് ഈ ഒരു സാനിറ്റൈസർ മെഷീൻ ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. പ്രമുഖ യൂട്യൂബ് ചാനലുകളിൽ പോലും ഇത്തരത്തിലുള്ള കമ്പോണൻ്റ് ഉപയോഗിച്ചാണ് സാനിറ്റൈസർ മെഷീൻ ഉണ്ടാക്കിയിരിക്കുന്നത്. വീഡിയോ കാണുന്നവരെ കബളിപ്പിക്കുകയാണ് ശരിക്കും ഇത്തരം വീഡിയോകളിലൂടെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത്തരം കമ്പോണൻറ്റുകളൊന്നും ഉപയോഗിക്കാതെ നമുക്ക് എങ്ങനെ ഒരു സിമ്പിളായിട്ടൊരു പ്രൊഫഷണൽ ഒരു ഓട്ടോമാറ്റിക് സാനിറ്റൈസർ മെഷീൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി ചെയ്യേണ്ടത് വീഡിയോയിൽ കാണുന്ന പോലുള്ള ഏതെങ്കിലും ഒരു സ്റ്റീൽ കമ്പിയോ അല്ലെങ്കിൽ കുടൻ്റെ കമ്പിയോ അല്ലെങ്കിൽ സൈക്കിളിൻ്റെ വീലിന് ഉപയോഗിക്കുന്ന കമ്പിയോ എടുത്ത് വളച്ച് വീഡിയോയിൽ കാണുന്ന പോലുള്ള ഒരു മെക്കാനിസം തയ്യാറാക്കണം. സാനിറ്റൈസർ ബോട്ടിൽ വാങ്ങുമ്പോൾ ഇതുപോലെ സ്പ്രേ ചെയ്യാൻ കഴിയുന്ന മെക്കാനിസമുള്ള സാനിറ്റൈസറുകൾ വാങ്ങണം. എന്നിട്ട് അതിൻ്റെ ഹാൻഡിലിൻ്റെ എൻഡിലൊരു ചെറിയൊരു ഹോൾ ഇടുക. ഹോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മെക്കാനിസം ഇങ്ങനെ വെച്ച് ഒരു നൈലോൺ നൂല് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുണ്ടാക്കിയ ഈ കമ്പ്യൂട്ടർ മെക്കാനിസവും അതുപോലെ സ്പ്രേ ചെയ്യുന്ന മെക്കാനിസവും തമ്മിൽ ബന്ധിപ്പിക്കണം. ഇപ്പോൾ സാനിറ്റൈസർ സ്പ്രേ ചെയ്യാനുള്ള മെക്കാനിസം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു മെക്കാനിസത്തിന് നമ്മളൊരു മോട്ടോർ ഉപയോഗിച്ച് ഓട്ടോമാറ്റിക് ആക്കാൻ പോവുകയാണ്. അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ ഒരു മൾട്ടിവുഡിൻ്റെ കേസിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കേസിങ് ഞാൻ ഏകദേശം 2 ഭാഗം ഒട്ടിച്ചിരിക്കുകയാണ്. ആ ഒട്ടിച്ചിരിക്കുന്ന കേസിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെക്കാനിസവും ഒരു 60 RPM അല്ലെങ്കിൽ ഒരു 100 RPM മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് ആ മോട്ടറിൻ്റെ ഷാഫ്റ്റിൽ ഈ ഒരു മെക്കാനിസം ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഒരു റോബോ വീലിൻ്റെ സെൻറ്റർ പോർഷൻ അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്ത് DC മോട്ടറിൻ്റെ ഷാഫ്റ്റിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഈ സെൻറ്റർ പോർഷനിലേക്കാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിരിക്കുന്ന മെക്കാനിസം ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതും മൾട്ടിവുഡിൽ കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചുണ്ടാക്കിയ ഒരു മോഡലാണ്. സാനിറ്റൈസർ പുറത്തേക്ക് വരുന്ന ഭാഗം കുറച്ചും കൂടെ സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാനയുടെ ഒരു ചെറിയൊരു പോർഷൻ കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇനി ആ ഭാഗം ഈ ഒരു പോർഷൻ്റെ അല്ലെങ്കിൽ ഈ ഒരു മോഡലിൻ്റെ ബാക്കിലായിട്ട് ഒട്ടിക്കണം.
അതിനുശേഷം ഈ ഒരു സെക്ഷൻ സാനിറ്റൈസറിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വരുന്ന പോർഷനിലേക്ക് ഒട്ടിക്കണം. നമ്മൾ ഒട്ടിച്ച ഭാഗം പുറമേ കാണുന്ന രീതിയിൽ ഈ ഭാഗത്തുനിന്ന് ഒരു കഷ്ണം കട്ട് ചെയ്തെടുക്കണം. കൈ വെക്കുമ്പോൾ അത് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ഇൻഫ്രാറെഡ് സെൻസറാണ്. ഷാർപ്പ് എന്ന കമ്പനിയുടെ വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്രാറെഡ് സെൻസറാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. സൺലൈറ്റ് കൊണ്ടുണ്ടാകുന്ന ഫോൾട്ട് ട്രിഗറിങ് അല്ലെങ്കിൽ സൺലൈറ്റ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ ഒരു സെൻസർ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. മോട്ടോർ ഉപയോഗിച്ച് ഹാൻഡിൽ വലിയുന്ന സമയത്ത് ഈ സാനിറ്റൈസർ ബോർഡിൽ തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ബ്രാക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫിക്സ് ചെയ്യണം. ഈ ബ്രാക്കറ്റുകളും മൾട്ടിവുഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് ഷേപ്പ് ആക്കിയതാണ്. സാനിറ്റൈസർ റീഫിൽ ചെയ്യാനുള്ളൊരു മെക്കാനിസമാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ടെക്നോടിപ്പിൻ്റെ പാനൻ്റെ ട്യൂബ് അത് നമ്മുടെ ബോട്ടിലിൽ ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ട്യൂബിലൂടെ ആയിരിക്കും സാനിറ്റൈസർ റീഫിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബേസിക് മെക്കാനിസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മോട്ടറിൽ ജസ്റ്റ് പവർ കൊടുത്തിട്ട് ഇതിൻ്റെ സാനിറ്റൈസർ പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇനി ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു മെക്കാനിസം ഓട്ടോമാറ്റിക് ആക്കാനുള്ള ഒരു സർക്യൂട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് BD139 എന്ന് പറയുന്ന ഒരു ഹൈ ആംബിയർ ഉള്ള ട്രാൻസിസ്റ്ററാണ്. അതുപോലെ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ IC ഉപയോഗിച്ചിട്ടുണ്ട് 7805. ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ കളക്ടർ ബേസ്, എമിറ്റർ കളക്ടർ ബേസ്. 7805ൻ്റെ ഇൻപുട്ട് ഗ്രൗണ്ട് ഔട്ട്പുട്ട്. ഇനി ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് ഒരു 1 കിലോ ഓം റെസിസ്റ്റർ കണക്ട് ചെയ്യണം. DC മോട്ടോർ ഉപയോഗിച്ച് സാനിറ്റൈസറിൻ്റെ ഹാൻഡിൽ വലിക്കുന്ന സമയത്ത് DC മോട്ടറിന് സാധാരണയിൽ കവിഞ്ഞുള്ള കറണ്ട് ആവശ്യമായിട്ട് വരും. അത്തരത്തിലുള്ള കറണ്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 139 BD139 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ സർക്യൂട്ടിൽ DC മോട്ടോർ ഒഴികെ ബാക്കി എല്ലാ കമ്പോണൻറ്റുകളും വർക്ക് ചെയ്യുന്നത് 5 വോൾട്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ ഒരു മെഷീൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് 12 വോൾട്ടാണ്. അതിനെ 5 വോൾട്ടാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 7805 എന്ന് പറയുന്ന റെഗുലേറ്റർ IC നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു ഓട്ടോമാറ്റിക് സാനിറ്റൈസറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു Arduino നാനോ എന്ന് പറയുന്ന ഡെവലപ്മെൻറ്റ് ബോർഡാണ്.
ഇനി ഈ ഡെവലപ്മെൻറ്റ് ബോർഡിലേക്ക് നമുക്ക് വേണ്ട സർക്യൂട്ടുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ BD139 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററും അതുപോലെ വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ടുള്ള 7805 എന്ന് പറയുന്ന ICയും ഇതിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. ഇതിൻ്റെ സർക്യൂട്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ സർക്യൂട്ട് അയച്ചു തരുന്നതാണ്. ഈ ആർഡിനോ നാനോ എന്ന് പറയുന്ന ഡെവലപ്മെൻറ്റ് ബോർഡ് പ്രോഗ്രാം ചെയ്തിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. കൈവച്ചിട്ടുണ്ട് എന്നുള്ള നിർദ്ദേശം ഇൻഫ്രാറെഡ് ഈ ഒരു ബോർഡിലേക്ക് കൈമാറുകയും അതനുസരിച്ച് മോട്ടോർ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഇതിനകത്ത് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇൻഫ്രാറെഡ് സെൻസറിൻ്റെ ഈ 3 വയറുകളും ആർഡിനോ നാനോയിലേക്ക് കണക്ട് ചെയ്യണം. പുറത്തുനിന്നുള്ള അഡാപ്റ്റർ കണക്ട് ചെയ്യേണ്ടത് ഈ 2 വയറിലേക്കാണ്. ഈ ഒരു അഡാപ്റ്റർ കണക്ടർ പുറത്തുനിന്ന് അകത്തേക്ക് ഇടുന്നതിന് വേണ്ടിയിട്ട് സാനിറ്റൈസർ ബോക്സിൻ്റെ താഴെയായിട്ടൊരു ഹോള് ഇതുപോലെ ഇടണം. വോൾട്ടിനെ 5 വോൾട്ടാക്കി മാറ്റുന്ന സമയത്ത് ഹീറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ ഹീറ്റിനെ പുറത്തേക്ക് സേഫായിട്ട് കളയാൻ വേണ്ടിയിട്ട് ഒരു ഹീറ്റ് സിങ്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഈ സർക്യൂട്ടുകളും കമ്പോണൻറ്റുകളെല്ലാം നമ്മുടെ ഈ ബോക്സിൻ്റെ അകത്ത് ഒതുക്കി വെക്കണം. അതിനായിട്ട് ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാം ഇതിൻ്റെ അകത്ത് വളരെ സേഫായിട്ട് ഒട്ടിച്ച് വെക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ഒട്ടിച്ച് കഴിയുന്നതോടുകൂടി നമ്മുടെ സാനിറ്റൈസർ മെഷീൻ ഉപയോഗിക്കാനായിട്ട് റെഡിയാണ്. ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി ഈ ഓപ്പൺ ആയിരിക്കുന്ന ഭാഗം നമുക്ക് അടച്ചു വെക്കാം. ഇങ്ങനെ ഒരു പീസ് വെച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് അടയ്ക്കാനും തുറക്കാനും കഴിയും. ഇങ്ങനെയുള്ളൊരു പോർഷൻ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴെങ്കിലും ഈ മെഷീൻ അതിന് കംപ്ലൈൻറ്റ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ സാനിറ്റൈസർ തീരുന്ന സമയത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ഫില്ല് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും കഴിയും. ഇതിലൂടെ നോക്കുന്ന സമയത്ത് സാനിറ്റൈസർ തീർന്നോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ കഴിയും.